ധനേഷ് ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2137 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡമാണ്. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസ്സുകളും ഡോക്ടർമാർക്കായി സെമിനാറുകളും നടത്തുന്ന വ്യക്തിത്വം, കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. അണ്ടവാഹിനി കുഴലുകളിൽ, അതായത് ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. താങ്ക് യു മറിയമ്മ ഫോർ യുവർ സ്വീറ്റ് വേർഡ്സ്. പിന്നെ എല്ലാവർക്കും IFPHന്റെ സാരഥികൾക്ക് എല്ലാവരും നമ്മുടെ സാമൂഹിക നമ്മുടെ മാസ്റ്ററെ സിറ്റ് ഓക്കെ ഇല്ലോ കേക്കാവോ? അത് റേഞ്ച് ഇല്ലാതെ പോയി മാഡം. ഇപ്പൊ പറഞ്ഞതേ കേൾക്കാൻ പറ്റാതെ റേഞ്ച് ഇല്ലാതെ ഇപ്പൊ കേക്കണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ആദ്യം പറഞ്ഞതൊന്നും കേട്ടില്ല. ആദ്യം എല്ലാവർക്കും നമസ്കാരം, അതേ പറഞ്ഞുള്ളൂ. IFPHന്റെ സാരഥികൾക്കെല്ലാം നമസ്കാരം. സാമുൽ ഹനിമാനെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ ചെറിയ അറിവുകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടെ ഞാൻ എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ എനിക്ക് എൻ്റെ തെറ്റുകളും തിരുത്തി തരണമെന്ന് ആഗ്രഹിക്കുന്നു. തുടങ്ങട്ടെ? തുടങ്ങട്ടെ. ഈ അണ്ടവാഹിനി കുഴലുകൾ, ഫലോപ്പിയൻ ട്യൂബ് ഡിസീസ് എന്ന് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ തന്നെ കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധം വേറെ ആർക്കും ഈ ചികിത്സാ രംഗത്ത് വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറയാൻ. ഞാൻ ഇപ്പോൾ ഒരു 10-40 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസുകളെല്ലാം ട്രീറ്റ് ചെയ്ത് ഒരുപാട് സക്സസ് ഉണ്ട്. അപ്പൊ എനിക്ക് റീസെന്റ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കേസ് വീണ്ടും റേഞ്ച് പോയില്ല. റേഞ്ച് ഇല്ലേ? വീണ്ടും റേഞ്ച് പോയി. ഇപ്പൊ ക്ലിയർ ആയി, പക്ഷെ ഇടയ്ക്ക് വീണ്ടും പോയായിരുന്നു. അല്ല, ഇവിടുത്തെ റേഞ്ച് ആണോ പോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആണോ എന്നറിയാന് ഫോൺ മാറ്റാനാ ചോദിച്ചേ. മാറ്റണോ? ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട്. പൊസിഷൻ ഒന്ന് തെറ്റുമ്പോൾ റേഞ്ച് പോകുന്നുണ്ടോ? രമേ കേക്കാവോ? പൊസിഷൻ തെറ്റുമ്പോഴേ കുറച്ച് കേൾക്കുന്നില്ല. ചില സമയത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ വരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇങ്ങനെ കേക്കാവോ? കാണുന്നില്ലേ? സ്റ്റക്കായി നിൽക്കുന്നത്. ഇപ്പൊ കേൾക്കാം. നെറ്റ്വർക്ക് ഇച്ചിരി വീക്ക് ആയതുകൊണ്ട് ചില സമയത്ത് സൗണ്ട് പോകുന്നതാണ്. ഡോക്ടറെ, എന്റെ ഫോണിലാണോ റേഞ്ച് പോകുന്നത്, അവിടത്തെയാണോ? അതെ, ഡോക്ടറുടെ ഫോണില് ചില സമയത്ത്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നന്നായിട്ട് കേൾക്കാം. നന്നായിട്ട് കേൾക്കാവോ? ചെറിയൊരു വിറവല് പോലെ ചിലപ്പോ വരുന്നുണ്ട്. അത് നെറ്റ്വർക്കിന്റെ. ഫോണൊന്ന് മാറ്റി നോക്കട്ടെ. ഇപ്പൊ കേൾക്കാവോ ഡോക്ടറെ? കുഴപ്പമില്ല. കുഴപ്പമില്ല.
ഫോൺ മാറേണ്ട കാര്യമില്ല. ഇപ്പം ഏഹ് ആ, എനിക്ക് നിങ്ങൾക്ക് ഫോൺ ചക്കായി മാറ്റണ്ട. നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. അതാ ഇപ്പൊ ഇല്ല, ശരിയായി. ഞാൻ ഒന്ന് ഫോൺ ഇവിടെ മാറ്റിക്കോട്ടെ. ചെറുതായിട്ട് പറയും. ഓക്കെ. ശരിയായോ? ഓക്കെ ആയോ? ഇപ്പൊ കുഴപ്പമില്ല. ആ, ഇപ്പൊ കുഴപ്പമില്ല. പറഞ്ഞോട്ടെ, സംസാരിച്ചോട്ടെ. കോഹോസ്റ്റ് അല്ല കേട്ടോ. രമേശ് ഡോക്ടറെ. അതെ, ആക്കുക. പുതിയ ഫോൺ ആയതുകൊണ്ട്. ആ, തുടങ്ങാം. തുടങ്ങട്ടെ? തുടങ്ങാം. ആ അപ്പം ഈ ഞാൻ ഞാനൊരു ആദ്യം പറഞ്ഞ കേട്ടായിരുന്നോ? ഇല്ല, കേട്ടു. കുഴപ്പമില്ല. കേട്ടോ? കേട്ടില്ല. ഞാൻ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കേസ് വന്നു. ഞാൻ കണ്ടിട്ടില്ല. ഓൺലൈൻ ഇതെടുത്തിട്ട് അവരുടെ റിപ്പോർട്ട് പ്രകാരം ആ ഹസ്ബൻഡിനായിരുന്നു കംപ്ലീറ്റ് ഒളിഗോസ്പെർമി ആയിരുന്നു. കൗണ്ട് കുറവ്, മോട്ടിലിറ്റി ഇല്ല, പിന്നെ നോർമൽ ഫോംസ് കുറവ്. അങ്ങനെ അത് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പീരീഡ്സ് ഒക്കെ നോർമലാണ്, വേറെ പീരീഡ്സ് നോർമൽ. അപ്പൊ അതൊന്ന് ഹസ്ബൻഡിന്റെ ശരിയായിട്ട് നമുക്ക് വൈഫിനും കൂടെ നോക്കാന്നുള്ളത് അങ്ങനെ പറഞ്ഞു അവര്. ഞാനിതെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നേരിട്ട് കാണുന്നില്ലല്ലോ ഒന്നും. അപ്പൊ അത് ചെയ്ത് ഹസ്ബൻഡിന്റെ കൗണ്ടൊക്കെ ശരിയായി. ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ മരുന്ന് കൊടുത്ത് കൗണ്ട് കറക്റ്റായി. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിയുടെ ഇതൊന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം എന്നാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്തേക്ക് വരൂ, വന്ന് നോക്കിയിട്ട് നമുക്ക് മോൾക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ പീരീഡ്സിന്റെ വേദന, പീരീഡ് അങ്ങനെ വെച്ചിട്ട് ജനറൽ ആയിട്ടുള്ള മെഡിസിൻ ഓരോന്ന് കൊടുത്തോണ്ട് ഇവിടെ നോക്കി. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻഫെർട്ടിലിറ്റി സെന്ററിലാണ് അവര് പറഞ്ഞയച്ചത്. കാരണം ഈ സെമന്റെ മോർഫോളജി അറിയാനായിട്ട് ഞാൻ യൂഷ്വലി ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ വിട്ടിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യിക്കാറ്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഒന്ന് സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അതിന് 2 ട്യൂബും ഇല്ല, ആബ്സെൻസ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. കാരണം ഈ 1 വർഷം 1.5 വർഷത്തോളം ഹസ്ബൻഡിന് മാത്രം ചികിത്സിച്ച് ഈ കുട്ടിയുടെ ട്യൂബോ ഒരു സ്കാനിങ്ങോ. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞങ്ങള് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇത്രയും നീണ്ടുപോയി. അപ്പൊ ഇനി ആ കുട്ടിക്ക് ഇനി നമുക്ക് ഒരു IVF അല്ലാതെ വേറെ മാർഗമില്ല. അത് വേണമെങ്കിൽ നേരത്തെയും ചെയ്യാമായിരുന്നു. എൻ്റെ ഒരു അജ്ഞത കൊണ്ടും ഞാനത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാത്ത കൊണ്ടും ആണത് സംഭവിച്ചത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ അങ്ങനെ ഫലോപ്പിയൻ ട്യൂബ് ഇല്ല, ഒരു റെയർ കേസ് ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ത്രീകളുടെ ഞാൻ തുടങ്ങാതാണ് എൻ്റെ ഇതിലൊരു ഇന്റൻഷൻ. അതുകൊണ്ടായിരുന്നു അറിയാം ഫലോപ്പിയൻ ട്യൂബ് ഡിസീസ്. അപ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങളാണ് ഫലോപ്പിയൻ ട്യൂബ്. ഇതിനെ അണ്ഡവാഹിനികൾ എന്നും വിളിക്കുന്നു. അണ്ഡാശയത്തിൽ നിന്നുള്ള അണ്ഡത്തെ യൂട്രസിലേക്ക് എത്തിക്കുന്നതും ബീജസങ്കലനം നടക്കുന്നതും ഇവിടെയാണ്. സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ട്യൂബൽ ബ്ലോക്ക്. നമ്മളെപ്പോഴും ബ്ലോക്ക് മാത്രമേ ചിന്തിക്കാറുള്ളൂ. തയോസ്യാമിനും കൊടുത്ത് യൂപ്പിയോൺ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ അണുബാധ, ശസ്ത്രക്രിയകൾ, പിന്നെ എൻഡോമെട്രിയോസിസ് എന്നിവ കാരണം ട്യൂബിൽ ഉണ്ടാകുന്ന പാടുകൾ തടസ്സങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ ട്യൂബൽ ബ്ലോക്ക് വരുന്നു. യൂഷ്വലി നമ്മൾ ഒരു ഫലോപ്പിയൻ ട്യൂബ് ഡിസീസ് അബ്നോർമാലിറ്റീസ് ഒന്നും
ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സാധാരണ നോട്ടീസബിൾ സിംറ്റംസ് ഇല്ല. അപ്പോൾ അത് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ ക്രോണിക് ഇങ്ങനെ റിക്കറിങ് പെൽവിക് അബ്ഡോമിനൽ പെയിനോ അല്ലെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പെയിൻഫുൾ കോയിഷൻ, അൺയൂഷ്വൽ ഫൗൾ സ്മെല്ലിംഗ്, വജൈനൽ ഡിസ്ചാർജ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഫലോപ്പിയൻ ഈ ടോട്ടൽ ഫീമെയിൽ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതിനു മുമ്പ് ഇത് നമ്മളത് മനസ്സിലാക്കുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ മാഡം? അപ്പൊ അവർക്ക് എല്ലാ മാസവും പീരീഡ്സ് ഉണ്ടാവും? പീരീഡ്സ് ഉണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. ഫലോപ്പിയൻ ട്യൂബ് ഉള്ളൂ. അതങ്ങനെ സാധ്യമാണ്? അത് പീരീഡ്സ് എല്ലാ മാസവും ഒന്നല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂരാണ് ആ കുട്ടി. അപ്പോൾ ഹസ്ബൻഡിനാണ് മേജർ പ്രോബ്ലം വെച്ചുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്. അപ്പോൾ പീരീഡ്സ് ഇറഗുലർ ആകും, എന്നാലും പീരീഡ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞ് ഇവിടുത്തെ ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അതിന് ഫിംബ്രിയേറ്റഡ് എൻഡും ഇല്ല, യൂട്രൈൻ ട്യൂബ് ഫലോപ്പിയൻ ട്യൂബ്സ് റൂഡിമെന്ററി ആണ്. ഫലോപ്പിയൻ ട്യൂബിന് മെൻസസുമായിട്ട് ഒരു ബന്ധമില്ല. അത് ഈ ഓവം ക്യാപ്ചർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ ചന്തേ? ഫലോപ്പിയൻ ട്യൂബ് അത് പെയർ ഓഫ് ഹോളോ മസ്കുലർ ഡക്റ്റ് 10 തുടങ്ങി 12 സെന്റിമീറ്റർ നീളത്തില് which connect the ovaries to the uterus. They provide the vital pathway for ovum transport, sperm migration, and crucial site where the fertilization typically takes place. Fertilization നടക്കുന്നത് ആ ഫലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലാണ്. ഇനി ഇതിന്റെ അനാട്ടമി ഒന്ന് നോക്കാം നമുക്ക്, എന്താണ് ഫലോപ്പിയൻ ട്യൂബ് എന്നുള്ളത്. ഫലോപ്പിയൻ അനാട്ടമിക്കലി അത് 4 പാർട്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ ഓവറിയും യൂട്രസും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ അതിന്റെ 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിന്റെ ഫിംബ്രിയ ആൻഡ് ഇൻഫണ്ടിബുലം, അതാണ് ഒന്നാമത്തെ. അത് ഒരു ഫണൽ ഷേപ്ഡ് ഒരു ഓപ്പണിംഗ് ആണ്, ക്ലോസസ്റ്റ് ടു ദ ഓവറി. Finger-like projection called fimbriae that sweeps the released egg into the tube. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോളാമ്പിപ്പൂവിന്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പോർഷനാണ് ഇൻഫണ്ടിബിൾ എന്ന് പറയുക. അപ്പൊ ഇതിന് ഇങ്ങനെ ഈ ഫിംബ്രിയ ഉണ്ട്, വിരലുകളും ഉണ്ട്. ഈ വിരലുകൾ ഈ എഗ്ഗിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഈ ട്യൂബിൽ കൂടെ യൂട്രസിനകത്തേക്ക് കടത്തുന്നു. അതാണ് ഫസ്റ്റ് ഇത്. പിന്നെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ampulla, the longer and widest part where fertilization most commonly occurs. A wider part of the tube-ലാണ് fertilization നടത്തുന്നത്. മൂന്നാമത്തെ പാർട്ട് isthmus, the shortest segment that passes through the uterine wall to open directly into the uterine cavity. ട്യൂബിന്റെ ഡയറക്ട്ലി into the uterine cavity-ലേക്ക് വരുന്ന പോർഷനാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. ഇനി ട്യൂബൽ മ്യൂക്കോസ, ഇതിനകത്ത് ഇന്നർ ലെയർ, ഇതിൽ 3 ലെയറാണ്. ഇന്നർ ലൈൻഡ് വിത്ത് കോളുമിനാർ സീലിയേറ്റഡ് എപ്പിത്തീലിയം, സീലിയേറ്റഡ് സെൽസ്, അത് വിച്ച് മൂവ് ടുവേർഡ്സ് ദ യൂട്രസ്, യൂട്രസിനകത്തേക്ക് അത് മൂവ് ചെയ്യുന്ന. പിന്നെ ആൻഡ് സെക്രട്ടറി സെൽസ് വിച്ച് പ്രൊവൈഡ് നറിഷ്മെന്റ്സ്. അത് പിന്നെ മിഡിൽ ലെയർ പറയുന്നത് ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ്. ദിസ് അണ്ടർഗോ പെരിസ്റ്റാൾട്ടിക്, ആ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൊണ്ടാണ് കൺട്രാക്ഷൻ ടു പ്രൊപ്പൽ ദ എഗ് ടു ദ എഗ് ഓർ എംബ്രിയോ, യൂട്രസിലേക്ക് അത് പ്രൊപ്പൽ ചെയ്യുന്നത് ഈ ആക്ഷൻ കൊണ്ടാണ്. ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസിന്റെ ആക്ഷൻ കൊണ്ടാണ്. പിന്നെ സീറസ് മെംബ്രെയിൻ ഉള്ളത്
that is a peritoneal membrane covering the outside of the tube. അതാണ്. ഇനി ഈ അബ്നോർമാലിറ്റീസ് ഉണ്ട്. അബ്നോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് നോർമലാണ് നമ്മൾ പറഞ്ഞത് ഫലോപ്പിയൻ ട്യൂബിൽ. ഇനി അബ്നോർമൽസ് എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ബ്ലോക്ക് ആൻഡ് സ്കാറിംഗ് കോസ്ഡ് ബൈ PID resulting from STD, endometriosis or prior abdominal or pelvic surgery. അങ്ങനെയും അബ്നോർമാലിറ്റി വരാം. ഒരു പെൽവിക് സർജറി, അബ്ഡോമിനൽ സർജറി കഴിയുമ്പോൾ വരുന്ന അതിൽ മേ ബി ഈ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് വന്നു എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു ട്യൂബ് ടെസ്റ്റ് ചെയ്തു, അപ്പോഴും ഇഞ്ചുറി വരാം. പിന്നെ STD കൊണ്ട് വരാം, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കൊണ്ടും ഫിസിക്കൽ ബ്ലോക്കിംഗ് വരാം. ഇനി ബ്ലോക്ക് ആൻഡ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്, അകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞുകൊണ്ട് ക്രിയേറ്റിംഗ് എ ടോക്സിക് എൻവയറോൺമെന്റ് പ്രിവെന്റിങ് എംബ്രിയോ ഇംപ്ലാന്റേഷൻ. ട്യൂബിനകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് അത് അങ്ങനത്തെ ബ്ലോക്കും വരാം. ഒന്ന് ഫിസിക്കൽ ബ്ലോക്കിംഗ് ആണത്. ഇനി സ്ട്രക്ചറൽ ബ്ലോക്കിംഗ് ആണ്. അതാണ് ഇപ്പൊ പറഞ്ഞത് കൺജനിറ്റൽ പ്രസന്റ് അറ്റ് ബോത്ത് അറ്റ് ബർത്തിൽ തന്നെ കൺജനിറ്റൽ ഡിഫക്റ്റ് ആണത്. സച്ച് ആസ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് ദ ട്യൂബ്സ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓർ ആക്സസറി ട്യൂബ്സ് ഡൈവർട്ടിക്കുലസ്, ആക്സസറി ആയിട്ട് വേറെ വരുന്ന ട്യൂബുകളും കൂടെ അങ്ങനെ സ്ട്രക്ചറലായിട്ട് വരാം. പിന്നെ ഫിംബ്രിയേറ്റഡ് എൻഡ് ഉണ്ടാവാതിരിക്കുക, അത് ഫിംഗേഴ്സ് പോലെയുള്ള പാർട്ട് ഇല്ലാതിരിക്കുക. അതാണ് സ്ട്രക്ചറൽ ഡിഫക്റ്റ് അബ്നോർമാലിറ്റീസ്. ഫിംബ്രിയെ അഗ്ലൂട്ടിനേഷൻ, ഫിംബ്രിയെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ദാറ്റ് പ്രിവെന്റ് ട്യൂബ് ഫ്രം സ്വീപ്പിംഗ്, ഈ എഗ് വരാനായിട്ട് അവിടെ അത് തടസ്സം സൃഷ്ടിക്കും. അതെല്ലാം കൺജനിറ്റലായിട്ട് വരുന്ന കംപ്ലൈന്റുകളാണ്, ട്യൂബൽ ബ്ലോക്കുകളാണ്. ഇനി അക്വേർഡ് ആയിട്ട് വരുന്നത് നമ്മൾക്ക് ഫ്രം കാൽസിഫിക് ഡെപ്പോസിറ്റ്സ് ഇൻസൈഡ് ദ ട്യൂബ്. പിന്നെ ജനൈറ്റൽ ട്യൂബർക്കുലോസിസ് ജനിക്കുമ്പോൾ തന്നെ. പിന്നെ വരുന്നത് സെനൈൽ അട്രോഫി. ഇതെല്ലാം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന കംപ്ലൈൻസ് ആണ്. ഇതെല്ലാം എക്ടോപിക് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. ഈ ബ്ലോക്കുകളെല്ലാം ദാറ്റ് വിൽ ഇൻക്രീസ് ദ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് ഉള്ള. ഇനി വാർണിംഗ് സിംറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ വാർണിംഗ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും മെനി ട്യൂബൽ ഡിസീസ് എസ്പെഷ്യലി ബ്ലോക്കേജസ് ആർ സിംറ്റംസ് ആൻഡ് ഓൺലി ഡിസ്കവേർഡ് ഡ്യൂറിങ് ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ. ഹവർ active infection and or inflammation condition can cause. അപ്പോൾ നമ്മൾ സിംറ്റംലെസ് ആണ്. നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഇതിൻ്റെ ട്യൂബിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ സിംറ്റം അൺയൂഷ്വൽ ഫൗൾ സ്മെല്ലിംഗ് വജൈനൽ ഡിസ്ചാർജ് വരുമ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യണം. അൺയൂഷ്വൽ വജൈനൽ ഡിസ്ചാർജ് വരുമ്പോൾ നമ്മൾ ട്യൂബിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളത് സസ്പെക്ട് ചെയ്യണം. പിന്നെ വരുന്നത് സിവിയർ പെൽവിക് ലോവർ അബ്ഡോമിനൽ പെയിൻ. പിന്നെ വരുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഓർ കോയിഷൻ. സിവിയർ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആൻഡ് കോയിഷൻ. ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ഫീവർ ആൻഡ് ചിൽ ഇൻഡിക്കേറ്റീവ് ഫോർ അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും ഐറ്റീസിൻ്റെ നമ്മുടെ ഇൻഫെക്ഷൻ്റെ ബാക്കി സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഓർ സ്പോട്ടിങ്. അങ്ങനെ വരുമ്പോഴും നമ്മളത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ കണ്ടീഷനാണോ എന്നുള്ളത് സംശയിക്കണം. പിന്നെ ഡിഫിക്കൽറ്റി ഇൻ കൺസീവിങ്, അതിനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഫലോപ്പിയൻ ട്യൂബ്
condition range from fallopian tube ഉണ്ടാകുന്ന അസുഖങ്ങൾ it can range from mild inflammation to life threatening medical emergency വരെ വരാവുന്ന complaints ഉണ്ടാകും. anatomy physiology ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട്? ഉണ്ട്, കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. കേൾക്കുന്നുണ്ട്. ഇനി സൈലന്റ് സൈൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി. അതാ blocked or damaged fallopian tube is the cause to inability to conceive naturally after a year of trying. അതാണ് silent sign of block. That is the block or damage of fallopian tube is the cause of inability to conceive naturally after a year of trying. പിന്നെ വരുന്നത് recurrent miscarriages. This can be sometimes been a sign of a fluid-filled tube, that is hydrosalpinx, right? That creates a toxic environment for embryo in the uterus. അതുകൊണ്ടാണ് ഈ ഹൈഡ്രോസാൽഫിങ്സ് റിക്കറന്റ് മിസ്കാരേജസ് ഉണ്ട്. ഇനി വാർണിംഗ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഫലോപ്പിയൻ ട്യൂബിന്റെ വരുന്ന ഇൻഫെക്ഷന് നമ്മൾ പറയുക സാൽഫിൻജൈറ്റിസ്. അത് സാൽഫിൻജൈറ്റിസ് pelvic inflammatory disease. So these symptoms are often caused by inflammation of the tubes, frequently resulting from untreated sexually transmitted infection. പിന്നെ untreated sexually transmitted infection ആണ് PID ഉണ്ടാക്കുന്നത്, സാൽഫിൻജൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതിന്റെ സിംറ്റംസ് വരുന്ന unusual vaginal discharge is discolored yellow or has an unpleasant smell. Chronic or intermittent pelvic and abdominal pain, aching pain, sometimes localized to one side of the lower abdomen. ഒരു ട്യൂബിലാണ് ഇൻഫെക്ഷൻ എങ്കിൽ ഒരു സൈഡിൽ പെയിനും അതെല്ലാം തോന്നും. രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ ലോവർ അബ്ഡമൻ, രണ്ട് സൈഡിലും വരാം സാൽഫിൻജൈറ്റിസ്. അത് സാൽഫിൻജൈറ്റിസ് വന്നു കഴിയുമ്പോൾ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഓർ പെയിൻഫുൾ കോയിഷൻ, അത് രണ്ടിനും ഈ ട്യൂബൽ ഡിസീസുമായിട്ട് കണക്ഷൻ. പിന്നെ സാധാരണ നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ വരുന്ന പനി, ഫീവർ, chill or nausea accompanied by pelvic discomfort is the clear sign of an active infection. Salpingitis. This salpingitis and critical symptoms are there. It is ectopic pregnancies. When a fallopian tube is damaged or partly blocked, a fertilized egg may implant inside the tube instead of the uterus. And ectopic pregnancy is a medical emergency. This block വരുമ്പോൾ fertilized egg നമ്മൾ യൂട്രസിലേക്ക് വരുന്നതിന് പകരം ട്യൂബിൽ തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുക. സിവിയർ വൺ സൈഡഡ് ലോവർ അബ്ഡമനൽ ഓർ പെൽവിക് പെയിൻ ആണ് അതിൻ്റെ സിംറ്റം. പിന്നെ ലൈറ്റ് ടു ഹെവി അബ്നോർമൽ വജൈനൽ ബ്ലീഡിങ്. ലൈറ്റ് ടു ഹെവി അബ്നോർമൽ വജൈനൽ ബ്ലീഡിങ്, അതൊരു സിംറ്റമാണ്. എക്ടോപിക് പ്രഗ്നൻസി നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്കതിന് ഒരു ക്ലൂ ആണ് ഇത്രയും ഈ സിംറ്റംസ് ഒക്കെ. പിന്നെ വരുന്നത് ഷോൾഡർ ടു ഹിപ്പ് പെയിൻ.
അത് ഈ പെയിൻ വരുന്നത് ഫലോപ്പിയൻ ട്യൂബ് റപ്ചർ ചെയ്യുമ്പോഴാണത്, ദാറ്റ് ഈസ് ഫേറ്റ്. റപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ദാറ്റ് വെൻ ഇന്റേർണൽ ബ്ലീഡിങ് ഹാപ്പൻസ്, നമുക്ക് ആ പറയുന്ന സിംറ്റം ഷോൾഡർ ടു ഹിപ്പ് സിവിയർ പെയിൻ വരും. ഇറിറ്റബിൾ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇറിറ്റബിൾ, ദാറ്റ് ഈസ് ഇറിറ്റേറ്റ് ദ നെർവ്സ് അറൌണ്ട് യുവർ ഡയഫ്രം. ഡയഫ്രത്തിന്റെ ചുറ്റിനും ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഷോൾഡർ ടു ഹിപ്പ് പെയിൻ വരുന്നത്. പിന്നെ സാധാരണ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴുള്ള ഡിസിനസ്, ഫെയിന്റിങ്, വീക്ക്നെസ് ഓർ ഷോക്ക്, അത് ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് ഇന്റേർണൽ ബ്ലീഡിങ്. ഇത് മെഡിക്കൽ എമർജൻസി ആണ്. നമുക്കത് അപ്പൊ തന്നെ നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ നോക്കണം. പിന്നെ അഡ്വാൻസ്ഡ് ഓർ ക്രോണിക് സൈൻ ഇൻക്ലൂഡിങ് ഫലോപ്പിയൻ ട്യൂബ് ക്യാൻസർ. അത് റെയർ ആണ് ക്യാൻസർ. അപ്പോൾ സാധാരണ റെയർ ഫലോപ്പിയൻ ട്യൂബ്, അത് ലാർജ് സ്ട്രക്ചറൽ ചേഞ്ച് ക്യാൻ ഒക്കെ പ്രോഗ്രസീവ് സിംറ്റംസ്. മറ്റ് സ്ട്രക്ചറിൽ വരുന്നതിന്റെ മെറ്റാസ്റ്റേസിസ് ആയിട്ടും ഫലോപ്പിയൻ ട്യൂബിലേക്ക് വരും. അപ്പൊ നമുക്ക് കാണുന്ന സിംറ്റംസ് അബ്ഡോമിനൽ സ്വെല്ലിംഗ് ഓർ ബ്ലോട്ടിംഗ്, ചേഞ്ച് ഇൻ ബവൽ ആൻഡ് ബ്ലാഡർ ഹാബിറ്റ്സ്, കോൺസ്റ്റിപ്പേഷൻ, diarrhea or frequent urge to urinate. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഫറ്റീഗ്, അത് സാധാരണ ക്യാൻസറിന്റെ ബാക്കി സിംറ്റംസ് ഒക്കെ, വെയിറ്റ് ലോസും പിന്നെ ബാക്കി സിംറ്റംസ് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് സൈൻ ഓഫ് ഇൻക്ലൂഡിങ് ഫലോപ്പിയൻ ട്യൂബ് ക്യാൻസർ ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കിതൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആണെങ്കിൽ എക്സ്റേ, പിന്നെ സ്പെഷ്യൽ എക്സ്റേ, ഡൈറ്റസ്, ഹിസ്റ്റോസാൽഫിൻജിയോഗ്രാം, പെൽവിക് അൾട്രാസൗണ്ട്, ലാപ്രോസ്കോപ്പി. ഇഫ് ഒരു പെർമനന്റ് ട്യൂബൽ ബ്ലോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യൻസിന് IVF തന്നെ സജസ്റ്റ് ചെയ്യണം. എങ്കിൽ IVF മാത്രമേ, 2 ട്യൂബും ഇല്ലെങ്കിൽ. എന്തായാലും ലിവർ മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി എല്ലാ ഓർഗൻസിനും ഒക്കെ ട്രാൻസ്പ്ലാന്റേഷൻ, അവയവ ട്രാൻസ്പ്ലാന്റേഷൻ. ഫലോപ്പിയൻ ട്യൂബിന് ഉണ്ടോന്ന് നമുക്ക് അറിയില്ല, അങ്ങനെ ഒരു കേട്ടിട്ടില്ല. വരുമായിരിക്കും ഭാവി. ഫലോപ്പിയൻ ട്യൂബിന്റെ ഇതെല്ലാം പറഞ്ഞു. അനാട്ടമിയും അതിന്റെ ഫിസിയോളജി, അതിന്റെ ഡയഗ്നോസിസ് മെത്തേഡ് പറഞ്ഞു. ഇനി ഈ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ നമുക്ക് ഈ ഇൻഫ്ലമേഷൻ, സാൽഫിൻജൈറ്റിസ് വരുന്നതിന്, സാൽഫിൻജൈറ്റിസ് തന്നെ ക്രോണിക്, ഇതിപ്പോ ഞാൻ അക്യൂട്ട് സാൽഫിൻജൈറ്റിസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ക്രോണിക് സാൽഫിൻജൈറ്റിസും മോസ്റ്റ്ലി കോമൺ. 2 ട്യൂബിനെയും എഫക്റ്റ് ചെയ്യാം. ഇറ്റ് ഓക്കേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് എൻഡോമെട്രിയോസിന്റെ, ഓവറൈറ്റിസിന്റെയും മെട്രൈറ്റിസിന്റെ ഒക്കെ ഒപ്പം അതിൻ്റെ കൂടെയാണ് ഈ ക്രോണിക് സാൽഫിൻജൈറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കാരണം ഇത് തന്നെ ഫ്രീക്വന്റ് കോസസ് ഗോണോകോക്കൽ ഇൻഫെക്ഷൻ, പെർപ്യൂറൽ, പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന പെർപ്യൂറൽ ഇൻഫെക്ഷൻ വരാം, ഗോണോകോക്കൽ ഇൻഫെക്ഷൻ വരാം, മയോമാസ്, കാർസിനോമ ആൻഡ് അതർ ഇൻഫെക്റ്റീവ് ഡിസീസിലേക്ക്, കോളറ, ടൈഫോയിഡ്, അതിൽ നിന്നൊക്കെ നമുക്കൊരു ക്രോണിക് സാൽഫിൻജൈറ്റിസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇനി അതിന്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ ക്രോണിക് സാൽഫിൻജൈറ്റിസ്, menstrual colic together with pelvic peritonitis. Menstrual pain result of chronic salpingitis is in certain cases a prolongation of endometriosis. ഒരു endometriosisന്റെ prolongation ആയിട്ട് chronic salpingitis വരാം. അത് ഡേഞ്ചറസ് ആകും എപ്പോഴാണ് പെരിറ്റോണിയത്തിലേക്കും ഓവറിയിലേക്കും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് മാറാൻ ചാൻസ്. ട്യൂബ്സ് മോർ ദാൻ വൺ, ഒരു പോയിന്റിലല്ലാതെ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് വരുമ്പോൾ
there is a called distension by accumulation of pus, blood, mucus, or serum, giving rise to this condition. So, the chronic salpingitis, adjacent organs additions, endometriosis, inflammation, പെരിറ്റോണിയത്തിലേക്ക് വന്ന് നമ്മൾ ഓവറി ടോട്ടൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആകും. അപ്പോൾ അവിടെ കളക്ഷൻ ഓഫ് പസ് വരാം, ബ്ലഡ് വരാം, മ്യൂക്കസ് വരാം, സിറം വരാം, ഗിവിംഗ് റൈസ് ടു കണ്ടീഷൻസ് ലൈക്ക് തയോസാൽഫിങ്സ്, ഹെമറ്റോസാൽഫിങ്സ് ആൻഡ് ഹൈഡ്രോസാൽഫിങ്സ്. ഇതെല്ലാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരാം. അതാണ് ദാറ്റ് ഈസ് ക്രോണിക് സാൽഫിഞ്ചൈറ്റിസ്. ക്രോണിക് സാൽഫിഞ്ചൈറ്റിസ്, പയോസാൽഫിങ്സ് എന്ന് പറയുന്നത് അത് ക്രോണിക് സാൽഫിഞ്ചൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുക, സജസ്റ്റ് ചെയ്യുക, ഇൻ ഓർഡർ ടു ഗോണോകോക്കൽ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്റർകോഴ്സ് റെസ്ട്രിക്ട് ചെയ്യുക. പിന്നെ പ്രിവെന്റ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ടു ദ പെരിറ്റോണിയം പെരിറ്റോണിയത്തിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ അതിന് വേണ്ട മെഷേഴ്സ്, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും അതെല്ലാം സജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ ആണെങ്കിൽ നമ്മളത് അക്കോർഡിംഗ് ടു സിംറ്റം അല്ലേ നമ്മൾ കൊടുക്കുന്നത്, അക്കോർഡിംഗ് ടു ദ സിംറ്റംസ് സിമിലാരിറ്റി. അപ്പൊ അതിൽ വരുന്ന മെഡിസിൻസ് പറയുന്നത് അക്കണൈറ്റ്, ആർസനിക് ആൽബ്, ബെലഡോണ, ബ്രയോണിയ, കാന്താരിസ്, ലക്കേസിസ് ആൻഡ് റെസ്റ്റോക്സ്. ഇനി വരുന്ന അടുത്ത കണ്ടീഷൻ വരുന്നത് പയോസാൽഫിങ്സ്. സ്പീഡ് കൂടിയോ? അല്പ സ്പീഡ് കൂടുന്നുണ്ട്. ഏതാണ് പറയണ്ട? ഇനി കുഴപ്പമില്ല. മെഡിസിൻ മെഡിസിൻ ഒന്നുകൂടെ പറയൂ, അപ്പൊ എഴുതിയെടുക്കാൻ പറ്റും. ക്രോണിക് സാൽഫിഞ്ചൈറ്റിസിന്റെ മെഡിസിൻ, നമ്മൾ മെഡിസിൻ എല്ലാം നമ്മൾ സിംറ്റമാറ്റിക് ആണല്ലോ കൊടുക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മെഡിസിൻ ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതല്ല, ഞാനത് നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന അക്കണൈറ്റ്, ഇതൊക്കെ നമുക്ക് സിംറ്റം, നമുക്കൊരു പയോസാൽഫിങ്സ് ക്രോണിക് സാൽഫിഞ്ചൈറ്റിസ് എന്ന് വെച്ചിട്ടല്ല നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴാണ് അത് ക്രോണിക് സാൽഫിഞ്ചൈറ്റിസോ എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പൊ അതിനുള്ള പ്രത്യേക മെഡിസിൻസ് അക്കണൈറ്റ്, ആർസാൽബ്, റൈറ്റ് സൈഡ് പറയുമ്പോൾ ബെൽഡോണ, ബ്രയോണിയ, പോളിക്രസ്റ്റ് തന്നെ, കാന്താരിസ്, ലക്കേസിസ് ആൻഡ് റെസ്റ്റോക്സ്. ഇനി പയോസാൽഫിങ്സ്, സാൽഫിഞ്ചൈറ്റിസ്, ക്രോണിക് സാൽഫിഞ്ചൈറ്റിസിൽ പയോസാൽഫിങ്സ് അത് അക്യൂമുലേഷൻ ഓഫ് പസ്. അപ്പോൾ there's a distinct soft floating swelling tenderness in the same region, constant wearing pain on both sides of the groins increased by every moment, various disorders of menses. ആ പേഷ്യന്റ് പറയുക വേരിയസ് ഡിസോർഡേഴ്സ് ഓഫ് മെൻസസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ അമിനോറിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്മെനോറിയ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കാൻറ്റി ഡിസ്ചാർജ്, അല്ലെങ്കിൽ പ്രൊഫ്യൂസ് ഡിസ്ചാർജ്. ഇപ്പോൾ വേരിയബിൾ കണ്ടീഷൻസ് ഓഫ് ദ പീരീഡ്സിന്റെ വേരിയസ് കണ്ടീഷൻസ്. പിന്നെ പറയുന്നത് ഗ്രോയിൻസിൽ പെയിൻ പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടെൻഡർനെസ്സും സ്വെല്ലിങ്ങും എല്ലാം ഗ്രോയിൻസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതൊരു പയോസാൽഫിങ്സിനുള്ള ചാൻസ് ആയിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നമ്മൾ ചെയ്യും. അവിടെ പയോസാൽഫിങ്സിന് വരുന്ന മെഡിസിൻ നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ഓവറൈറ്റീസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പിസ്, ആർസാൽബ്, കോണയം, പൈറോജനും വരുമായിരിക്കും. പസ് ഫോർമേഷൻ വരും. പൈറോജൻ, കോണയം, ഗ്രാഫൈറ്റിസ്, ഹെപ്പാർ സൾഫ്, ലാക്കേസിസ്, ലൈക്കോപോഡിയം, മെർക്സോള്, സൈലേഷ്യ, സൾഫർ. ക്രോണിക് സാൽഫിഞ്ചൈറ്റിസിൽ
ക്രോണിക് സാൽഫിൻജൈറ്റിസ് ആയി, ഇനി പയോസാൽഫിൻസ് ആയി, ഇനി വരുന്ന ഹൈഡ്രോസാൽഫിൻസ്. The chief symptom of this affection is those of pelvic peritonitis. It can affect both tubes. രണ്ട് ട്യൂബിലും എഫക്ട് ചെയ്യാം. ഇതിന് പറയുന്ന ട്യൂബൽ ഡ്രോപ്സി. ട്യൂബിൽ വെള്ളക്കെട്ട് വരുമ്പോഴുള്ള അതിനാണ് ട്യൂബൽ ഡ്രോപ്സി. അപ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസ് ഡിസ്റ്റൻഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ട്യൂബ് വിത്ത് സൈസ് ക്യാൻ ബി, ഹൈഡ്രോസാൽഫിൻസ് വരുമ്പോൾ ആ ഫലോപ്പിയൻ ട്യൂബ് രണ്ട് ട്യൂബിലും വരാം. അതിൻ്റെ സൈസിൽ എത്ര വേണമെങ്കിലും ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആവാം. ഈ അക്യുമുലേഷൻ ആവുന്നത് തന്നെ ഒരു ആപ്പിളിന്റെ സൈസ് തന്നെ കൂടെ, അല്ലാതെ ഒരു കുട്ടിയുടെ തലയുടെ അത്രയും കൂടെ വരാന്നുള്ളതാണ് പറയുന്നത്. ഈവൻ ബിഗർ ദാൻ ദാറ്റ്. ദ ഫോം ഓഫ് ദ ട്യൂബ് വിൽ ബി, ട്യൂബിന്റെ ആകൃതിയും എല്ലാം ട്യൂബിൻ്റെതെല്ലാം ചേഞ്ച് ആകും. അത്രയും ഫ്ലൂയിഡ് കളക്ഷൻ വരാം എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന്റെ സിംറ്റംസ് ഡയഗ്നോസിസ് ചെയ്യുക. We will distended tube lying bottom of the cul-de-sac. ട്യൂബ് ആ കൾഡിസാക്കിലേക്ക് താഴ്ന്നു വരും, ഇത്ര ഫ്ലൂയിഡ് വരുന്നുണ്ട്. അപ്പൊ ദിസ് മേ ബി മിസ്റ്റേക്കൺ ഫോർ പാര ഓവേറിയൻ സിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ മിസ്റ്റേക്ക് ചെയ്യാം. നമ്മൾ റൈറ്റ് സൈഡിലെ ട്യൂബിലാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അപ്പൻഡിക്സ് ആയിട്ട് മിസ്റ്റേക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലെ ഓവറിയിലുള്ള പ്രോബ്ലം ആയിട്ട് നമുക്ക് മിസ്റ്റേക്ക് ചെയ്യാം. അപ്പം ഇത് താഴെ, ഇത് ഫ്ലൂയിഡിന്റെ വെയിറ്റ് കൊണ്ട് ഇത് താഴെ കൾഡിസാക്കിൽ വന്ന് കിടക്കും. പിന്നെ ഇതിന് നമ്മൾ മാനുവൽ എക്സാമിനേഷനിൽ ഈ സ്വെല്ലിംഗ്, ഫ്ലോട്ടിംഗ് സ്വെല്ലിംഗ് കാണാം. പിന്നെ റെക്ടൽ എക്സാമിൻ ചെയ്താൽ ആ ഫ്ലൂയിഡിറ്റി അക്യുമുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നമ്മളത് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതെല്ലാം അവരുടെ ഡയഗ്നോസിസ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് ആ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞയക്കാന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ്, നമ്മളിത് അറിഞ്ഞിരുന്നാൽ. പിന്നെ ട്രീറ്റ്മെന്റ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത് ആസ്പിറേഷൻ ത്രൂ വജൈന കൂടിയാണ് ഹൈഡ്രോസാൽഫിൻസ്. നമ്മുടെ സിന്തസിസ് റെപ്പറട്ടറിയിൽ ഹൈഡ്രോസാൽഫിൻസിന് ഒരു മെഡിസിനെ പറഞ്ഞിട്ടുള്ളൂ, അത് ജെൽസീമിയമാണ്. ഇനി അടുത്ത കോംപ്ലിക്കേഷൻ ഈസ് ഹെമറ്റോസാൽഫിൻസ്. ഹെമറ്റോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ബ്ലഡ്. അപ്പൊ അത് അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദ ട്യൂബ്, അതാണ് ഹെമറ്റോസാൽഫിൻസ്. ഇനി അടുത്ത ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന കംപ്ലൈന്റുകളാണ് ഇനി ട്യൂബോ ഓവേറിയൻ സിസ്റ്റ് എന്ന് വെച്ചാൽ അഡിഷൻസ് ബിറ്റ്വീൻ ദ ഫിംബ്രിയയുടെ അവിടെയും ഓവറിയുമായിട്ട് ആൻഡ് ഓവറി വിത്ത് ഡീജനറേറ്റഡ് കോർപ്പസ് ലൂട്ടിയം ഓഫ് ഗ്രാഫൈൻ ഫോളിക്കിൾ. ഗ്രാഫൈൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയം ഉണ്ടല്ലോ, കോർപ്പസ് ലൂട്ടിയും ഈ ട്യൂബിന്റെ എൻഡ്, ഫിംബ്രിയേറ്റഡ് എൻഡും കൂടെ യോജിച്ച് അവിടെ ഒരു ട്യൂബോ ഓവേറിയൻ സിസ്റ്റ് ഉണ്ടാക്കും. പാർട്ട് ഓഫ് ദ സിസ്റ്റ് ഈസ് ഫോംഡ് ബൈ ഓവറി, അതാണ് ട്യൂബോ ഓവേറിയൻ സിസ്റ്റ്. എനിക്ക് ഇപ്പൊ റീസെന്റ് ഇത് ട്യൂബോ ഓവേറിയൻ സിസ്റ്റ് ആയിട്ടൊരു പേഷ്യന്റ് ഒരു വന്നിരുന്നു. അപ്പൊ അവര് വിദേശത്താണ്. അവിടെ സർജറി ചെയ്ത് ഒരു ട്യൂബില് ട്യൂബോ ഓവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിങ്ങനെ അതിന്റെ ഒരു ഇതിൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. അതാണ് ട്യൂബോ ഓവർ. അപ്പൊ ആ ട്യൂബ് വേസ്റ്റ് ആയില്ലേ. പിന്നെ ഇപ്പോ അടുത്ത ട്യൂബിലും ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഞാനും സജസ്റ്റ് ചെയ്തത് IVF തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ആ കുട്ടിക്ക്. പക്ഷെ ട്യൂബ് ഓവറിൻ സിസ്റ്റ് ഉള്ള കുട്ടിക്ക് പീരീഡ്സ് വരുന്നില്ല. പീരീഡ്സ് വന്നാൽ തന്നെ ഇങ്ങനെ ഒരു സ്പോട്ടിങ്ങോ ഒരു ഫോർ 1 hour ഒരു അങ്ങനെ ഒരു once in 3-4 months. പക്ഷെ സിവിയർ പെയിൻ ആണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ വിദേശത്ത് സർജറി ചെയ്തിട്ട് ഇവിടെ വന്ന ആ റിപ്പോർട്ടുമായിട്ട് വന്നപ്പോഴാണ് അത് ട്യൂബോ ഓവേറിയൻ സിസ്റ്റ്. നമ്മളിതൊക്കെ പഠിക്കുന്നതല്ലാതെ ഞാൻ കണ്ടത് ഇപ്പോഴാണ് അതിൻ്റെ ഇത്.
പിന്നെ ഇപ്പൊ മറ്റേ ട്യൂബിലും അതിന് പ്രോബ്ലം ഉണ്ട്. നമ്മളത് ട്യൂബൽ ബ്ലോക്ക് ഉണ്ട്, IVF-ന് എന്നെ സജസ്റ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസിലേക്ക് പോകാം. ഞാൻ ആദ്യം പറഞ്ഞ ഹൈഡ്രോസാൽഫിങ്സിന് ഒരേ ഒരു മെഡിസിൻ പറഞ്ഞിരിക്കുന്നത് ഓവിഡക്റ്റില് ഇതിൽ പറയുന്നത് അത് ജെൽസീമിയമാണ്. ട്യൂബൽ എനിക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് കിട്ടിയത് ട്യൂബൽ ബ്ലോക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കിങ്ഡ് ട്യൂബ് എന്നാ പറഞ്ഞു. കിങ്ഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ട്യൂബ്. അതെനിക്കൊരു കേസ് വന്നത്. ഞാൻ അതിന് അവരുടെ ഹിസ്റ്ററി ഓഫ് ട്യൂബർക്കുലോസിസ്, നമ്മൾ നേരത്തെയൊക്കെ പറയില്ലേ TB വന്നു, BCG ഇഞ്ചക്ഷൻ എടുത്ത് TB എടുത്ത് 6 മാസത്തെ മെഡിസിനൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ പേഷ്യന്റ് വന്നത്. അതുകൊണ്ട് ട്യൂബർക്കുലിന് 50 ml എനിക്ക് ആ പേഷ്യന്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റി. ട്യൂബൽ ഇത് കൊടുത്തിട്ട് കിങ്ഡ് ട്യൂബ് എന്നാണ് എനിക്ക് ആ റിപ്പോർട്ടിൽ കൊണ്ടുവന്നത്. ലാപ്രോസ്കോപ്പി റിപ്പോർട്ടിൽ കൊണ്ടുവന്ന് കിങ്ഡ് ട്യൂബ് അത് ശരിയാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ട്യൂബർക്കുലിനെ കൊടുത്ത് അവരുടെ കറക്റ്റായി കൺസീവ് ചെയ്തൊരു കുട്ടിയുണ്ടായി. പിന്നെ നമുക്ക് ട്യൂബൽ ബ്ലോക്കിന് ഹൈഡ്രോസാൽഫിങ്സിനൊക്കെ കൊടുക്കുന്ന ഫസ്റ്റ് മെഡിസിൻ നമ്മൾ പറയുക തയോസിയാമിനം തന്നെയാണ് അല്ലേ. ആ തയോസിയാമിനം ഇന്റേണൽ സ്കാർ ആണെങ്കിലും എക്സ്റ്റേണൽ സ്കാർ ആണെങ്കിലും അത് ഏതെന്ന് വന്ന അഡിഷൻസ് ആണെങ്കിലും എൻഡോമെട്രിയോസിസ് ആണെങ്കിലും അതിനെ സ്കാർ അലിയിച്ച് കളയുന്നത് തയോസിയാമിനം 3X തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട മെഡിസിൻ. ഇങ്ങനെ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് ഭക്ഷണത്തിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് കടുക് ചീര അവർക്ക് അത് കഴിക്കാമെങ്കിൽ നല്ലതാണെന്ന്, അത് അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത മെഡിസിൻ സ്പീഡില്ലല്ലോ. ഇല്ലില്ല. അടുത്ത മെഡിസിൻ സൈലീഷ്യ. നമുക്ക് എല്ലായിടത്തെയും പോലെ തന്നെ സൈലീഷ്യ ഒരു ഹോമിയോപ്പതിക് നൈഫാണല്ലോ. അപ്പൊ ക്രോണിക് ഇൻഫ്ലമേഷനും ടെൻഡൻസി ഫോർ പസ് ഫോർമേഷൻ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ സൈലീഷ്യ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബാർത്തോലിയൻ സിസ്റ്റ്, ഒരു നിബോത്തിയോൺ സിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, വജൈനൽ സിസ്റ്റ്, അങ്ങനെ വരുന്നവർക്ക് നമുക്ക് സൈലീഷ്യ തന്നെ കൊടുക്കാറ്. വളരെ എഫക്റ്റീവായിട്ട് കിട്ടുന്ന സൈലീഷ്യ. പിന്നെ ഹൈഡ്രോസാൽഫിങ്സിന് ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടൊരു മെഡിസിൻ എപ്പിസ് തന്നെയാണ്. അപ്പൊ എവിടെ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യാനായിട്ട് എപ്പിസ് സഹായിക്കും. സൈലീഷ്യ എപ്പിസും പൊട്ടൻസി ഏതായിരിക്കും? സൈലീഷ്യ ഞാൻ കൊടുക്കാറ് ഈ ബാർത്തോലിയൻ സിസ്റ്റും ബോത്തിയൻ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ സൈലീഷ്യ 30 കൊടുക്കും. ഈ ട്യൂബോ ഓവേറിയൻ സിസ്റ്റായിട്ട് അത് റിമൂവ് ചെയ്ത ആ കുട്ടി വന്നപ്പോൾ അതിനും ഉണ്ടായിരുന്നു വലിയൊരു ബാർത്തോലിയൻ സിസ്റ്റം, പെയിൻഫുൾ. ഇനി പൾസാറ്റില്ല എപ്പോഴും പോലെ തന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്സ് കോസ് ഇന്റൻസ് പെയിൻ ഡ്യൂറിങ് പീരീഡ് ആൻഡ് ലാക്ക് ഓഫ് തസ്റ്റ്. പൾസാറ്റിയുടെ ബാക്കി സിംറ്റം എല്ലാം വെച്ചിട്ട് നമ്മളതൊരു റെമഡി ആയിട്ട് കൊടുക്കാം. നമുക്ക് പൾസാറ്റിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ വളരെ എഫക്റ്റീവ് ആകും. ഇൻഫ്ലമേഷനും ഫലോപ്പിയൻ ട്യൂബിനും ഇത് ഇന്റൻസ് പെയിനും ഡ്യൂറിങ് പീരീഡ് തേഴ്സ്റ്റ് ഒക്കെ പൾസാറ്റ്. ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് മെഡിസിൻ ആണ് യുപിയോണിന് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ. അവിടെ ഒരു ബേണിംഗ് സെൻസേഷനും കൂടെ ട്യൂബിൽ ഉണ്ടാകുന്നതാണ് യുപിയോൺ. ഇനി വരുന്ന ഒരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ആയിട്ട് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഇൻ ദ ഓവിഡക്ട് caused by long-standing bacterial infection. long-standing bacterial infection കാരണം വന്ന മെഡിസിനാണ് മെഡോർണ. അപ്പൊ നമ്മൾ ഇത് ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ഒക്കെ പറയുമല്ലോ, മെഡോർണ
കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് മെഡോർണം, സെപ്പിയ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ ഹെഡ് റെമഡി. അപ്പൊ അത് പെൽവിക് പെയിനും ഇറഗുലർ മെൻസസും സ്കാൻറ്റി മെൻസസും എല്ലാം വരുന്ന ഒരു മെഡിസിനാണ് സെപ്പിയ. ഇനി പിന്നെ സൾഫറും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. പ്രോമിനന്റ് പെയിൻ ഇൻ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ നമുക്ക് ലാക്കേസിസ് ചിന്തിക്കാം. ഇനി ഇതിന്റെയൊക്കെ സിംറ്റംസ്, ഡിസ്പെറോണിയ ഒരു സിംറ്റമാണ്. ട്യൂബൽ ഡിസീസിനും എല്ലാം ഡിസ്പെറോണിയ. അതിന് പ്ലാറ്റിന നല്ലൊരു മെഡിസിൻ. ഇത്രയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. ഡിസ്പെറോണിയുടെ എന്താ പറഞ്ഞ മാഡം? പ്ലാറ്റിന. ഇത്രയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. അതെ, നന്ദി ശാന്താന്ദ്രൻ മാഡം. ഇനി അമ്പാടിയമ്മയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. വേറെ ആർക്കെങ്കിലും അതിനോട് ചേർക്കാനോ സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയും ചെയ്യാം. കേൾക്കാമോ? ആ, ശാന്ത, ഈ UPN പറഞ്ഞില്ലേ? UPN നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഒരു എന്തോ UPN പറഞ്ഞു. UPN പറഞ്ഞത്, UPNന്റെ നമുക്ക് വളരെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ UPNന് ഭയങ്കര ബാക്ക് ഏക്ക് ആയിരിക്കും. പക്ഷെ ബാക്ക് ഏക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രൊഫ്യൂസ് ല്യൂക്കോറിയ എന്ന് വെച്ചാൽ അവര് നമ്മുടെ അലോസ് പോലെ ഇങ്ങനെ ഒഴുകണ ല്യൂക്കോറിയ ആണെന്ന് പറയും, സ്മെല്ലോടുകൂടി. അപ്പോൾ നമുക്ക് UPN കൊടുക്കാം. ബാക്ക് ഏക്ക് ഉള്ളപ്പോൾ ല്യൂക്കോറിയൽ ഡിസ്ചാർജ് ഉണ്ടാവില്ല, ല്യൂക്കോറിയ വരുമ്പോൾ ബാക്ക് ഏക്ക് ഉണ്ടാവില്ല. അതാണ് UPNന്റെ ഒരു പർട്ടിക്കുലർ സിംറ്റം. പിന്നെ ലാക്കസിസ്. ഈ ലാക്കസിസ് നമ്മളൊരു ലെഫ്റ്റ് സൈഡ് റെമഡി ആയിട്ടാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ലാക്കസിസ് കൂടുതലും റൈറ്റ് സൈഡഡ്, ഫെലോപ്പിയൻ ട്യൂബിന്റെ ബ്ലോക്ക് റൈറ്റ് സൈഡഡ് ആണെങ്കിൽ ലാക്കസിസ് ആക്സ് ലൈക്ക് വണ്ടർ എന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എവിടെയോ വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുപോലെ തന്നെ സെലേനിയം ഈ ബ്ലോക്കേജ് റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ചന്ത. ഞാൻ ഇത് ഞാൻ എഴുതി വെച്ചതൊക്കെ നോക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രിറ്റിക്കം മറ്റ് can be used for the removal of the obstruction of the fallopian tubes. അതുപോലെ തന്നെ പോളിഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ആ സൈഡിൽ ഒരു സിവിയർ പെയിൻ പറയും. അതുപോലെ തന്നെ ബെയറിംഗ് ഡൗൺ സെൻസേഷൻ ഉണ്ടാവും. പിന്നെ അവർ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ അവരുടെ ഹിപ്പും ലോയിനും കൂടി ഇങ്ങനെ കൂടി ചേർന്ന പോലെ ഇരിക്കുന്നു ഡോക്ടറെ എന്ന് പറയും. അതിന് പോളിഗാനം നല്ല ഇതാണ്. പിന്നെ ഈ ട്രിറ്റിക്കം പേഷ്യൻസിന് പറഞ്ഞില്ല, അവര് അത് ഫലോപ്പിയൻ പ്രശ്നമില്ല, അവര് എപ്പോഴും മൂക്ക് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും. അത് ട്രിറ്റിക്കത്തിന്റെ ഒരു പർട്ടിക്കുലർ സിംറ്റമാണ്. ഇത്രയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ തയോസിനാമിനം കൊടുക്കുമ്പോൾ കഴിയുന്നതും 3x സ്ട്രക്ചറേഷൻ പൗഡർ കൊടുക്കണം. കഴിയുന്നതും ടാബ്ലറ്റ് കൊടുക്കാതിരിക്കുക. നമ്മുടെ ജയറാം സാറ് പറയുന്നതാണത്. ഇത് ഇങ്ങനെ 3x അല്ല, പൗഡറേ കൊടുക്കാവൂ, ടാബ്ലറ്റ് കൊടുക്കരുത്. അതിൽ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആക്ഷൻ കിട്ടില്ല. അത് നമുക്ക് 3 നേരം കൊടുക്കാം ഈ തയോസിനാമിനം. സ്കാർ പോകാനായിട്ട് ബോവിസ്റ്റ നല്ല മെഡിസിനാണ്. നമ്മള് കീബോർഡിനൊക്കെ കൊടുക്കുന്ന പോലെ ബോവിസ്റ്റ നല്ലൊരു മെഡിസിനാണ്. പിന്നെ അതൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഗ്രാഫൈറ്റിസ്, കൽക്കരിയ ഫ്ലോർ ഒക്കെ ഗ്രാഫൈറ്റിസ് എല്ലാം പറഞ്ഞായിരുന്നു. കൽക്കരിയ ഫ്ലോർ നല്ലതാ. കൽക്കരിയ ഫ്ലോർ നല്ലതാണ്. ഹെപ്പാർ സൾഫ് സിവിയർ ഇൻഫെക്ഷൻ വരുമ്പോൾ ഹെപ്പാർ സൾഫും എപ്പിസും പൂജയും ഇൻഫെക്റ്റീവ് സ്റ്റേജിൽ വളരെ എഫക്റ്റീവാണ്. അത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ ആ മെഡിസിൻ.
ഹെപ്പാസൾഫും ഡയബറ്റീസും ഒക്കെ 30 ആണോ 200 ആണോ ഒന്നല്ലേ? ഹെപ്പാർ സൾഫർ ആ, ഹെപ്പാർ സൾഫർ 1. വണ്ണം. ഈ ഗ്രാഫൈറ്റിസും ഒക്കെ എങ്ങനെയാണോ? ഗ്രാഫൈറ്റീസ് നമ്മൾ ഗ്രാഫൈറ്റീസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നോക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 കൊടുക്കാം. ഗ്രാഫൈറ്റീസ് 230 ഒക്കെ കൊടുക്കാൻ പറ്റില്ല, സ്കിൻ കംപ്ലൈന്റ് വരും. അവർക്ക് സ്കിൻ കംപ്ലൈന്റ് ഉണ്ട്. ബാക്കി സിംറ്റംസും കൂടെ നോക്കിയിട്ട് ഗ്രാഫൈറ്റീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. തൂജയുടെ പൂജ ലെഫ്റ്റ് സൈഡ് പെയിനും അത് ഹൈപ്പർടെൻസി ആണോ? ലെഫ്റ്റ് സൈഡ് പെയിനും ഒക്കെ പറയുമ്പോൾ പൂജ അല്ല, അത് ഹൈപ്പർടെൻസി ആണോ? ഹൈപ്പോട്ടൻസി ആണ്. നന്ദി അമ്പാടിയമ്മേ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ സിവിയർ പെയിൻ ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴേ അപ്പൊ അത് ട്യൂബൽ പെയിൻ ആണോ അറിയില്ല. ആ പീരീഡിന് നമുക്ക് ചാക്ക ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹെപ്പാർ സൾഫ് 1 പൂജ 1 ഒരു കൊണയം 1 കൂടെ കൊടുത്തിട്ട് നല്ല റിലീഫ് കിട്ടി. 6 ഡോസ് 3 days കൂടി. ഏതിനാ വേണം? ഹെപ്പാർ സൾഫ് 1 പൂജ 1 കൊണയം 1. എന്തിനാ കൊടുത്ത്? ഈ സിവിയർ പെയിൻ പെയിൻ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഇതുകൊണ്ട് വേദനയ്ക്ക്. ഡ്യൂ ടു ഫെലോപ്പിയൻ ട്യൂബ് കംപ്ലൈന്റ്, ആ പെൽവിക് റീജിയനിലെ കംപ്ലൈന്റിന്. ഇനി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയും. അതെ. ഇനി ആരെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യണേ. നമുക്കിനി 5 മിനിറ്റേ ഉള്ളൂ. സമയം കളയാതെ ഹാൻഡ് റൈസ് ചെയ്യണേ. പോക്കോ M3 എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ? ചന്ദ്രമതി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ? ചന്ദ്രമതി ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോ? ശാന്തമള എൻ്റെ ഒരു ഗുരുവാണ്. ഈ ഇഷ്ടത്തിന്റെ കേസുകളിൽ വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഫലോപ്പിയൻ ട്യൂബിലെ അഡ്മിഷൻസിൽ സൈക്കോട്ടിക്കോ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡിയാണ്. അത് വണ്ണം കൊടുക്കണം. അതിൽ സൈക്കോട്ടിക്കോയും തൂച്ചായും കൂടി ഓൾട്ടർനേറ്റ് വീക്സിലായിട്ട് കൊടുക്കാം. പേഷ്യന്റ് കോൾഡ് ആണെങ്കിൽ ചില്ലിയാണെങ്കിൽ തൂജ വരും, പേഷ്യന്റ് ഹോട്ടാണെങ്കിൽ മെഡോറിന് കൊടുക്കാറുണ്ട്. അതുപോലെ യൂപ്പിയോണും ക്രോണിക് ട്യൂബൽ ഡിസീസിന് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡിയാണ്. പക്ഷെ ആ പേഷ്യന്റിന്റെ നമ്മുടെ മടിമ പറഞ്ഞതിന്റെ പ്രത്യേകതയോടൊപ്പം നമുക്കൊരു പ്രത്യേക സിംറ്റം ഉണ്ട് അതിന്. അത് സെൻസേഷൻ ആസിഡ് ദ ബോഡി വെയർ മെയ്ഡ് ഓഫ് ജെല്ലി, അങ്ങനെ ഒരു സിംറ്റം കിട്ടും. അത് നമുക്ക് ഈ പല റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസിലൊക്കെ ആണെങ്കിലും പേഷ്യന്റ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിരിക്കുമ്പോൾ പൊങ്ങാൻ പറ്റത്തില്ല ഡോക്ടറെ, എന്നെ കൊണ്ട് ഇരുത്തണം, എനിക്ക് ഒരു ബലവും ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലാക്ടോസിസ് മാഡം പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ആക്ഷൻ പറയുന്നത്. അത് എനിക്ക് കിട്ടിയത് ഫൈൻഡ് യുവർ റെമഡി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു കാര്യം കിട്ടിയത്. ബാക്കിയെല്ലാം ഇവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്ദി ചന്ദ്രമതി ഡോക്ടറെ. ഡോക്ടറെ, യുപിയോന്റെ കാര്യമാണോ പൊങ്ങാൻ പറ്റിയല്ല എന്ന് പറഞ്ഞത്? അതെ അതെ അതെ. യുപിയോന്റെ മെയിൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ പോയിന്റ് കിടപ്പുണ്ട്. സെൻസേഷൻ ആസിഡ് ദ ബോഡി വെയർ മെയ്ഡ് ഓഫ് ജെല്ലി. നന്ദി. ഇനി പോക്കോ M3 എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ? ഉണ്ടെങ്കിൽ സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മൾ പേഷ്യന്റ് വന്ന് ഗ്രോയിൻ പെയിൻ ഒക്കെ പറയുമ്പോഴേ നമ്മളത് സസ്പെക്ട് ചെയ്യണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ വിടണം എന്നാണ് ഇപ്പോൾ നമ്മളത് ചിന്തിക്കുന്നത്. എങ്കിലേ നമുക്ക് അതോറിറ്റേറ്റീവ് ആയിട്ട് ഇത് നമ്മൾ സിംറ്റം വരും ഗ്രോയിൻ പെയിൻ വന്ന് നമ്മൾ മരുന്ന് കൊടുക്കുന്നതല്ല,
അത് എന്തുകൊണ്ട് വന്നു അതും കൂടെ ഒന്ന് അറിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് 1 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന ഹരിഹര സാർ ഇല്ലെന്ന് തോന്നുന്നു. ഷീല ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷീല ഡോക്ടർ, മാഡത്തിന് ഒരു നന്ദിയും കൂടെ പറയണം. ഷീല ഡോക്ടർ. ഓക്കെ ഡോക്ടറെ, ഇതിനകത്ത് എല്ലാം എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞ എല്ലാം തന്നെ വളരെ നല്ല, അതായത് കോൺസ്റ്റിറ്റ്യൂഷനും സിംറ്റമറ്റോളജി അനുസരിച്ചിട്ടുള്ള മെഡിസിൻ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാം പറഞ്ഞിരിക്കുന്നത്. ടിങ്ചേഴ്സ് വല്ലതും സാധാരണ യൂസ് ചെയ്യാറുണ്ടോ ഡോക്ടറെ ഇതിനകത്ത്? ഏതാ ടിങ്ചർ ഏതെങ്കിലും കൊടുക്കാറുണ്ടോ സാധാരണ? ടിങ്ചേഴ്സ് എന്തെങ്കിലും? ടിഞ്ചർ കൊടുക്കും നമ്മൾ. സിംസിഫുക ടിഞ്ചർ, ശാന്തോസൈലൻ ടിഞ്ചർ, പെയിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ശാന്തോസൈലൻ നമ്മളെ പെയിന്റ് ഇതനുസരിച്ചിട്ട് വൈബർണം എല്ലാം കൊടുക്കും. വൈബർണം ഏത് റീസൺ കൊണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് പറ്റിയിട്ട് അബദ്ധം. ഓക്കെ ഡോക്ടറെ, എന്തുകൊണ്ടും വളരെ എപ്പോഴത്തെയും പോലെ തന്നെ ഡോക്ടറുടെ വളരെ വിലപ്പെട്ട അറിവുകൾക്ക് ഞങ്ങൾക്ക് പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. എല്ലാ തവണയും ഡോക്ടർ ഇങ്ങനെയാണ് എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ എന്നാൽ നമുക്ക് അറിയാവുന്ന മെഡിസിൻ തന്നെയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. IFPHന്റെ പേരിലും ബാക്കി ഇവിടെ എത്തിയ എല്ലാ മാന്യ ഡോക്ടേഴ്സിന്റെ പേരിലും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ മാഡത്തിന് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള വിലപ്പെട്ട അറിവുകൾ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതുപോലെ മാഡത്തിന്റെ സൗകര്യാർത്ഥം വീണ്ടും ക്ലാസ്സുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. ഞാനും നന്ദി പറയുന്നു. എന്നെ കേട്ടതിന്, അഭിപ്രായം പറഞ്ഞതിന്, ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയാം. താങ്ക് യു സർ. ഷീല ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ നല്ലൊരു ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. ഇന്ന് അതിന് ഒരിക്കൽ കൂടി ശാന്തേന്ദ്രൻ മാഡത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിനോട് കൂട്ടിച്ചേർത്ത അമ്പാടി അമ്മയ്ക്കും ചന്ദ്രമതി ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും മാഡത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. വീണ്ടും ഉടനെ തന്നെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 2137 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്.